കർത്താവിൻ്റെ ചൈതന്യത്തിൽ നമ്മൾ ഉണർന്നെഴുന്നേറ്റ് കർത്താവിൽ നിന്ന് ഊർജ്ജം സംഭരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സൊരുക്കേണ്ട സമയമാണിത്. ഈ രാവിലെയുള്ള ഡെയിലി ബ്രെഡിനെ കുറിച്ച് ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഇത് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ കൃത്യമായി സമർപ്പിക്കണം. അച്ഛൻ അതിന് സമയം തരുന്നുണ്ട്. ഞാൻ ആ സമയത്ത് മൗനം പാലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്കറിയാമല്ലോ, 10 പേര് നിയോഗം വെച്ചാൽ 10 പേരും കർത്താവ് അത് കേൾക്കണം, ആ പ്രാർത്ഥന കേൾക്കണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് സന്തോഷമായിട്ട് വേണം ഇതിൽ പങ്കെടുക്കാൻ. എനിക്കറിയാം നിങ്ങൾ അശക്തരാണെന്ന്. ഞാനും എൻ്റെ ജീവിതത്തിൽ പല കാലങ്ങളും അശക്തമായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ആശ്രയിച്ച എൻ്റെ ദൈവം, എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ, സഭയുടെ എൻ്റെ പഠനങ്ങളിൽ ആശ്രയിച്ച എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങൾ, അതെല്ലാമാണ് എന്നെ നിലനിർത്തിയതും രക്ഷിച്ചതും വളർത്തിയതും ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം സത്യമായ കാര്യങ്ങളാണ്. സന്തോഷത്തോടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധി ശിരസ്സംബന്ധിച്ച് നിൽക്കുന്ന മക്കളുടെ മേൽ നിൻ്റെ അനന്തമായ കാരുണ്യം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ എന്ന് ഞങ്ങൾ നിന്നെ വിളിക്കുമ്പോൾ കുരിശാരോഹണത്തിന് പോലും ഞങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി അതിനുപോലും മനസ്സായവനാണ് നീ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ആഗ്രഹങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ സ്വപ്നങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ എല്ലാ സമർപ്പണങ്ങളും വലിയ വലിയ ഫലങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിറവേറുന്നത്. പ്രത്യേകിച്ച് കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമെന്ന നിലയിൽ ദൈവപിതാവും പരിശുദ്ധാത്മാവും ഈശോയും അതിനനുവദിച്ച ഇടമെന്ന നിലയിൽ ഞങ്ങൾ കൃപാസന അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ തിരുമനസ്സാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവത്തിൻ്റെ തിരുമനസ് ഞങ്ങൾ എന്തെങ്കിലും കൃപാസന അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചാൽ അത് ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറി കൃപാസന അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാനുള്ള അടയാളമായി മാറാൻ ഞങ്ങൾ സ്വർഗം തിരഞ്ഞെടുത്തതായിട്ട് ഞങ്ങൾ തിരിച്ചറിയുന്ന ഈ തിരിച്ചറിവോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഴഞ്ഞു മറിഞ്ഞ ജീവിത അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുത്തൊഴിഞ്ഞുപോയി ജീവിതത്തിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ലഹരി പദാർത്ഥ ഉപയോഗം, സമാധാനമില്ലാത്ത അവസ്ഥകൾ, ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ കേസായിട്ടുള്ള അവസ്ഥകൾ, നിസ്സാര കാര്യങ്ങളുടെ മേൽ തെറ്റിപ്പിച്ചതിന് ശേഷം പിന്നീട് ഓരോരോ തെറ്റിദ്ധാരണ അതിനെ പരിപോഷിച്ച് നമ്മൾ ചെയ്ത തെറ്റിനെ നീതീകരിക്കാൻ വേണ്ടി പല തെറ്റുകൾ ചെയ്ത് കൂട്ടി ദൈവത്തിൽ നിന്ന് കൃപ നഷ്ടപ്പെട്ടു പോയ എല്ലാ മനുഷ്യരുടെ മേലും കർത്താവ് വെളിച്ചത്തിൻ്റെയും വിവേകത്തിൻ്റെയും എളിമയുടെയും വിനയത്തിൻ്റെ ആത്മാവ് നൽകി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്, സ്ത്രീഹന്മാർ ഇറങ്ങി വസിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഗ്നാമ്പുകൾ നിങ്ങളിലേക്ക് ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വിശുദ്ധ ഔസേപ്പിതാവ് തൻ്റെ ജീവിതത്തിലെ താൻ അഭിമുഖീകരിക്കേണ്ടി വന്ന എല്ലാ കുടുംബ പ്രശ്നങ്ങളുടെ മേലും കൈവരിച്ച ദൈവത്തിൻ്റെ ചൈതന്യവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളും ആഹ്വാനങ്ങളും നടപ്പിലെടുത്താനുള്ള ഹൃദയ സമർപ്പണം നടത്തിയ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം, ഔസേപ്പിതാവിൻ്റെ ചൈതന്യം നിന്നെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഹൃദയത്തെ കർത്താവ് ആസ്വദിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ജോലിയെ കർത്താവ് ആസ്വദിക്കട്ടെ. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഇന്ന് നീ തിക്കുമുട്ടൽ അനുഭവിക്കുന്നത്, നിൻ്റെ ഹൃദയം പിടക്കുകയും വിങ്ങുകയും ചെയ്യുന്നത് ആരോ ഓർത്തിട്ടാണോ, എന്തിനു വേണ്ടിയാണോ, ആരെ പേടിച്ചിട്ടാണോ, എന്ത് വിഷയമാണോ, എന്ത് സാഹചര്യമാണോ, എന്ത് നിയമപാലകരമായിട്ടുള്ള വിഷയങ്ങളാകാം, കോടതി വിഷയങ്ങളാകാം, അതുപോലെ തന്നെ മറ്റു തരത്തിൽ ഉദ്യോഗസ്ഥ മേഖലകളിലുള്ള നിൻ്റെ വിഷയമാകാം, എന്ത് പ്രതിസന്ധിയാണ് നീ അനുഭവിക്കുന്നത്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതിനെ അയക്കുന്ന അളിച്ച കർത്താവിൻ്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥന ഫലമായി ദൈവത്തിൻ്റെ ദൂത് നിനക്ക് മുമ്പ് സഞ്ചരിക്കുകയും നിനക്ക് മുമ്പേ കാര്യങ്ങൾ ക്രമീകരിക്കുകയും നീ ഭയങ്കരമായ രീതിയിൽ മല പോലെ വന്നു എന്ന് പറഞ്ഞ പോലെ, കാറ്റുപോലെ പോയി എന്ന് പറഞ്ഞ പോലെ നീ ഭയങ്കരമായ രീതിയിൽ പ്രയാസപ്പെട്ടിരിക്കുന്ന ഭയാനകമായ രീതിയിൽ മനസ്സ് സംഘർഷപ്പെട്ടിരിക്കുന്ന വിഷയത്തിന് മേലെ അതൊരു പഞ്ഞി ഒഴുകിപ്പോകുന്ന പോലെയും പറന്നു പോണ പോലെയും നിൻ്റെ ഹൃദയഭാരങ്ങൾ കർത്താവ് പറത്തിക്കളയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷ അമ്മയുടെ മധ്യസ്ഥം നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയെ ഞാൻ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ ആവശ്യങ്ങളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ നിങ്ങളുടെ പ്രത്യേക പ്രതിസന്ധികളെയും പ്രത്യേക നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. എവിടെ ചെന്നാലും കർത്താവിൻ്റെ ചൈതന്യം പടരട്ടെ. മാതാവിൻ്റെ സുഗന്ധാഭിഷേകം നിനക്ക് അനുഭവവേദ്യമാകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ യാത്രയിൽ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ്, ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഉടമ്പടിയുടെ കാര്യം ഭയങ്കര രസമാണ്. എല്ലാ ദിവസവും കർത്താവ് ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യം പറയാനായി എന്നെ ഒരുക്കിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് മേരി സെലിൻ ഷിബു.
കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് 2020 ഒരു ഡിസംബർ മാസത്തിലൊക്കെയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ ചേച്ചി പറഞ്ഞിട്ടാണ് കൃപാസനത്തെക്കുറിച്ച് ഇവിടുത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നതും വീടിൻ്റെ അപ്പുറത്തൊരു ചേച്ചിയുടെ കൂടെ തന്നെയാണ്. ഞാൻ നഴ്സിങ്ങിന് കയറുന്നത് 2020 നവംബർ മാസം ഞാൻ നഴ്സിംഗ് പഠിക്കാനായിട്ട് അഡ്മിഷൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് കോവിഡ് ടൈമിലായിരുന്നു നഴ്സിങ്ങിന് കയറിയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടക്കത്തിൽ ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് എക്സാമിൻ്റെ സമയമായപ്പോഴാണെങ്കിലും പഠിക്കാനിരുന്നാലൊന്നും കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയി. ഫസ്റ്റ് ഇയറിലെ എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ 5 പേരൊഴികെ ബാക്കി എല്ലാവരും തന്നെ ഫെയിലായിരുന്നു. ഓരോരോ സബ്ജക്റ്റ് വീതം എല്ലാവരും തന്നെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറും അടുത്ത റീ എക്സാമിന് എല്ലാവരും തന്നെ പാസ്സായി. പക്ഷേ എങ്കിലും സെക്കൻഡ് ഇയറിലെയും തേർഡ് ഇയറിലെയും എക്സാം സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വീണ്ടും അതേ ടെൻഷൻ തന്നെ. കാരണം പിന്നെ അതുപോലെ തന്നെ ഒരു റിസൾട്ട് വരുമോ എന്ന പേടി നന്നായിട്ടുണ്ടായിരുന്നു. ആ സമയമായപ്പോഴത്തേക്ക് എക്സാമിൻ്റെ സമയം എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഇവിടെ വന്നു പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഉപ്പും തേനൊക്കെ ആയിട്ട് കോളേജിൽ കൊണ്ട് തന്നു. ഞങ്ങൾ എക്സാമിന് കയറിയ സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരെല്ലാവരും തന്നെ ആ തേനിൽ നിന്ന് കുറച്ച് വീതം കഴിക്കുകയും എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഉപ്പെടുത്ത് പിടിച്ചിട്ട് ഹോൾ ടിക്കറ്റിൻ്റെ ഒപ്പം തന്നെ അവർ നോക്കി കയറ്റുമ്പോൾ അവർ നോക്കും കയ്യിൽ വല്ലതും ഉണ്ടോ എന്ന്. പക്ഷേ 2 വിരലിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എക്സാം ഹാളിൽ കയറുകയായിരുന്നു. എക്സാം ഹാളിൽ കയറി ആ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചതിന് ഓരോ വിശ്വാസ പ്രമാണവും സ്വർഗ്ഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയമേയും ചൊല്ലി അവിടെ എക്സാം ഹാളിൽ കയറി ഞങ്ങൾ എക്സാം എഴുതി. അതിനുശേഷം സെക്കൻഡ് ഇയറിലെയും തേർഡ് ഇയറിലെയും എക്സാം ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരാൾ പോലും അത് ഒഴിവാക്കിയിട്ടില്ല. എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് വാങ്ങിക്കുമായിരുന്നു ഉപ്പൊക്കെ. അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതി. സെക്കൻഡ് ഇയറിലെയും തേർഡ് ഇയറിലെയും എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും ഒരുമിച്ച് പാസ് ഔട്ടായി. അതിനുശേഷം 2024 ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് അടുത്തങ്ങോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഞങ്ങളുടെ കോളേജിൽ തന്നെ ഒരു ചാപ്പലുണ്ട്, അവിടെ കയറി ഞാൻ മാതാവിനോട് പറഞ്ഞ കാര്യം ഇനി അങ്ങോട്ട് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ചേച്ചി അമൃത ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ചിലപ്പം ഒന്നെങ്കിൽ ചേച്ചിയുടെ ഒപ്പം അവിടെ കയറും, അല്ലെങ്കിൽ പോസ്റ്റ് BSc പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പഠിക്കണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യണം. ഇത് ഏതെങ്കിലും ഒന്നായിരുന്നു. പക്ഷേ ഒരിക്കലും ജർമ്മൻ പഠിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചതല്ല. അങ്ങനെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ എക്സാം കഴിഞ്ഞ് അന്ന് ഹോസ്റ്റലിൽ നിന്ന് പോകുന്ന സമയമായപ്പോഴത്തേക്കും ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ കണ്ടപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കോളേജിൽ ഇതുപോലെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്, നഴ്സുമാരെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സിസ്റ്ററായിട്ട് തന്നെ എനിക്കത് വാട്സപ്പ് ചെയ്ത് തന്നു. അതിൻ്റെ ഒരു നോട്ടീസും കാര്യങ്ങളും വാട്സപ്പ് ചെയ്ത് തന്നു. ഞങ്ങളങ്ങനെ ഞാനും എൻ്റെ കൂട്ടത്തിൽ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി തിരക്കി. സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ മുൻകൈ എടുത്ത് ചെയ്യാത്തതാണ്. പക്ഷേ എന്തോ അത് ചെയ്യണമെന്ന് മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആ കോളേജിലെ പ്രിൻസിപ്പൽ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി. അങ്ങനെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് കയറി. പക്ഷേ ഫസ്റ്റ് തുടക്കത്തിലൊക്കെ തന്നെ എനിക്ക് പുതിയൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നതിൻ്റെ നല്ല ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അങ്ങനെ കയറി സ്റ്റാർട്ടിങ് A1 A2 ഒക്കെ കഴിഞ്ഞു. പക്ഷേ അപ്പോഴും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം എനിക്ക് ഉറപ്പായിട്ടും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല പാടാണ് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ A1 A2 കഴിഞ്ഞു, B1 കഴിഞ്ഞു. B2ൻ്റെ എക്സാമിൻ്റെ സമയമായപ്പോഴത്തേക്കും എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ സെറ്റാവാൻ വേണ്ടിയിട്ട് ഇച്ചിരി പാടായിരുന്നു. അങ്ങനെ പക്ഷേ ആ സമയമായപ്പോഴത്തേക്ക് കറക്റ്റ് പൈസയൊക്കെ എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയില്ല. എങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ പൈസ എല്ലാം ശരിയായി. ഫസ്റ്റ് ഞാൻ B1 എക്സാം അറ്റൻഡ് ചെയ്തു. പക്ഷേ അതിൻ്റെ എക്സാം കഴിഞ്ഞിറങ്ങി എൻ്റെ ചേച്ചിയോടൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞത് എനിക്കിത് കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നും എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങി അതെല്ലാം പറഞ്ഞു. അങ്ങനെ ഒരു മെയ് 1 എൻ്റെ റിസൾട്ട്, April 7 ഞാൻ ഫസ്റ്റ് എക്സാം എഴുതുന്നത് ജർമ്മൻ്റെ B1. പക്ഷേ മെയ് 1 ആയപ്പോഴത്തേക്ക് എനിക്ക് റിസൾട്ട് വന്നു. എൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും തന്നെ വന്നു. പക്ഷേ ഞങ്ങൾ 4 പേരുടെ റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്തില്ല, മാൽ പ്രാക്ടീസ് എന്നും പറഞ്ഞ്. ശരിക്കും ഞാൻ വീട്ടിൽ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. കാര്യം ഞാൻ ഉറപ്പായിട്ട് എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് ഒട്ടും എന്നെക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാര്യം ഞാൻ കിട്ടുമെന്ന് ഉറപ്പിച്ചിറങ്ങിയ കാര്യമാണ്. അങ്ങനെ ഞാൻ പിന്നെ ഓർത്തു ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ ഒന്നും നിൽക്കണ്ട, വിധിച്ചിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഞാൻ എക്സാം എഴുതണ്ടെന്ന് തന്നെ വിചാരിച്ചതാണ്. അങ്ങനെ ഞാൻ പഠിച്ചെടുത്ത് പോയി സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിക്കാമെന്ന് പറഞ്ഞു ചെന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ സാർ പറഞ്ഞു ഒന്നുകൂടെ എഴുതി നോക്ക്, ഒരാൾ രക്ഷപ്പെട്ട ഒരു കുടുംബം രക്ഷപ്പെടത്തിൽ ഒന്നുകൂടെ എഴുതി നോക്കെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നുകൂടെ അറ്റൻഡ് വേണ്ടാന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ പറഞ്ഞിരുന്നത്. പക്ഷേ എൻ്റെ ചേച്ചിയാണ് പറഞ്ഞത് നീ ഒന്നും ഓർക്കണ്ട, അതൊന്നും കുഴപ്പമില്ല, വീട്ടിലെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ എഴുതിക്കോ, ഒന്നുകൂടെ നിന്നെക്കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നീ എഴുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചേച്ചി ആ സാറും പറഞ്ഞതിൻ്റെ ഇതിൽ മാത്രം ഞാൻ പിന്നെ എക്സാം എഴുതി. ആ എഴുതിയ സമയത്ത് അതെഴുതിയപ്പോഴും എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ല. കാര്യം അതിന് മുന്നത്തെ എക്സാം നല്ല രീതിയിൽ കിട്ടുമെന്ന് ഉറപ്പിച്ചിറങ്ങിയ ആളാണ് ഞാൻ. 2ാമത്തെ എക്സാം എഴുതി. അതിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് സ്പീക്കിംഗ് കിട്ടി. പക്ഷേ എനിക്ക് വലിയ ഉറപ്പില്ലായിരുന്നു കിട്ടുമെന്ന്. സ്പീക്കിംഗ് കിട്ടി.
ആ സമയത്തൊന്നും ഞാൻ ഉടമ്പടി എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ എക്സാം ഒരെണ്ണേ കിട്ടിയുള്ളൂ, ബാക്കി 3 കിട്ടിയില്ല എന്നൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എഴുതണ്ട എന്തായാലും, ചുമ്മാ പൈസ കളയണ്ടെന്ന് വെച്ചു. അങ്ങനെ 3ാമത്തെ എക്സാം എഴുതണ്ടെന്ന് വെച്ച് നിന്നതാണ്. പക്ഷേ ആ സമയത്ത് കൃപാസനം ജപമാല റാലിയിൽ പങ്കെടുക്കാൻ, ഞാൻ ഇതേവരെ ഒരു ജപമാല റാലിയിൽ ഇതേവരെ പങ്കെടുത്തിട്ടില്ല. കൃപാസനം ജപമാല റാലിയിൽ എൻ്റെ കൂട്ടുകാരാണ് പറഞ്ഞത് ഇന്ന ദിവസം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പോകാമെന്നൊക്കെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ആ ദിവസം ആയപ്പോഴത്തേക്ക് അവർക്ക് 2 പേർക്കും വരാൻ പറ്റിയില്ല. അതേസമയം അവർ മിക്കപ്പോഴും ഇങ്ങനെ ജപമാല റാലിക്കും കാര്യങ്ങളൊക്കെ IMSC എന്നുള്ളത് ഇവിടെ നിന്നുള്ളതും എല്ലാം ജപമാല റാലിക്കൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അന്ന് അവർക്ക് വരാൻ പറ്റിയില്ല. അതേസമയത്ത് ഞാൻ അവളുമാരുടെ കൂടെ വരാമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷേ അന്ന് അവരില്ലാഞ്ഞിട്ട് പോലും എന്തോ എൻ്റെ മനസ്സിൽ പോകുമെന്ന് പറഞ്ഞു. വീട്ടിൽ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് ഒരു ഒറ്റയ്ക്കല്ലേ, പോവണ്ട, രാവിലെ പോകണം, ബുദ്ധിമുട്ടല്ലേ, പോകണ്ടെന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പോഴാണ് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് വണ്ടി വിടുന്നുണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ അവരുടെ കൂടെ, പള്ളിയിലെ ആൾക്കാരുടെ കൂടെ ഞാനിവിടെ വന്നു ജപമാല റാലിയിൽ പങ്കെടുത്തു. ആത്മാർത്ഥമായിട്ട് അത് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് എക്സാം പാസ്സാവണം, എനിക്ക് പോകണം എന്നൊക്കെ. പക്ഷേ എഴുതണ്ടെന്ന് പറഞ്ഞു തന്ന ഞാനാണ്. പക്ഷേ ആ ജപമാല റാലിയിൽ മൊത്തം ഞാൻ പ്രാർത്ഥിച്ചത് ഈ ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം നവംബർ ലാസ്റ്റിലേക്ക് എക്സാമിന് ഡേറ്റ് എടുത്തു. പ്രതീക്ഷയില്ലാണ്ടാണ് എടുത്തത്. കഴിഞ്ഞ 2 തവണത്തെ, ആദ്യത്തെ തവണ ഞാൻ പഠിച്ചത്രേ, അത് കഴിഞ്ഞിട്ട് എഴുതിയ 2 തവണ ഞാൻ പഠിച്ചിട്ടില്ല. 3ാമത്തെ തവണ ഒട്ടും തന്നെ നോക്കിയിട്ടില്ല. ഓഗസ്റ്റ് ടൈമിൽ ഞാൻ ആലപ്പുഴയിൽ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യാൻ കയറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും പിന്നെ ഒന്നും നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നവംബർ ലാസ്റ്റ് 29-നാണ് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്ത്. അതിൻ്റെ തലേ ദിവസം ഒരു ദിവസം ഞാൻ എക്സ്ട്രാ ലീവ് ചോദിച്ചെടുത്തു. എന്നിട്ട് ഞാൻ പഠിക്കാനിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച്, അവനാണ് എന്നെ മൊത്തം ഒന്നുകൂടെ റിവൈസ് ചെയ്ത് മൊത്തം തന്നത്. അത് കഴിഞ്ഞ് പിറ്റേന്ന് എക്സാമിന് പോയി. ഉപ്പ് ഹോളിലോട്ട് കയറ്റത്തില്ല, അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞു കൃപാസനത്തിൽ ഉപ്പും കാര്യങ്ങളൊന്നും ആയിട്ട് ആരും അകത്തോട്ട് കയറണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എക്സാം ഹോളിന് പുറത്ത് വെച്ച് തന്നെ ഉപ്പ് ഞാൻ എൻ്റെ വായിലിട്ട് വിശ്വാസപ്രമാണം എല്ലാം ചൊല്ലിയിട്ടാണ് ഞാൻ ഹോളിലോട്ട് കയറിയത്. അതുപോലെ തന്നെ എക്സാം ലാപ്ടോപ്പിൻ്റെ മുന്നിലിരുന്ന് സ്വർഗ്ഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയം, എക്സാം തുടങ്ങുന്ന സമയം അത്രയും ഞാനത് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞു, ഇറങ്ങി. ഡിസംബർ ലാസ്റ്റിലേക്ക് എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല അതെനിക്ക് കിട്ടുമെന്ന്. കഴിഞ്ഞ തവണ എല്ലാം 1.5 മാർക്കിന് വീതമാണ് റിസൾട്ട് പോയത്. ഇപ്രാവശ്യം ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഫുൾ എനിക്ക് കിട്ടി. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാം, ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ആ ജപമാല റാലിയിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഞാൻ ചെയ്ത ഒരു കാര്യങ്ങളിലും എനിക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. അത് കഴിഞ്ഞ് പ്രോസസ്സിങ് ചെയ്യുന്ന കാര്യം ഞാൻ പഠിച്ചെടുത്തതിന് തിരക്കിയപ്പോൾ അവിടെ 3-4 ലക്ഷം രൂപയൊക്കെ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛന് വയ്യാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത്രയും രൂപ എനിക്ക് അപ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നോക്കി തുടങ്ങി. അങ്ങനെ എറണാകുളത്ത് എൻ്റെ ഒരു ഫ്രണ്ട് സഹൃദയ ഹോസ്പിറ്റൽ ആലപ്പുഴ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ വഴി എനിക്ക് ഒരു അച്ഛൻ്റെ കോൺടാക്ട് നമ്പർ കിട്ടി. അങ്ങനെ ആ അച്ഛൻ വഴി എനിക്ക് തെരേസൻ അക്കാഡമി അങ്കമാലി, അവിടെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തിരക്കി. അവിടെ പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ടായി. ഫെബ്രുവരി 1 ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ചെന്നു. ഫെബ്രുവരി 18-ാം തീയതിയായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ കൃപാസന മാതാവിനെ വിളിച്ച് തന്നെയാണ് കയറിയത്. എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാം വീട്ടിലിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓഗസ്റ്റിൽ സ്പീക്കിംഗ് പാസ്സായതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര വലിയ ഉറപ്പില്ലായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂ ഹാളിൽ കയറി കഴിഞ്ഞിട്ട്, ഓൺലൈനായിരുന്നു ഇൻ്റർവ്യൂ, ഫുള്ള് നെറ്റ്വർക്കും പ്രശ്നങ്ങളും തന്നെയായിരുന്നു. ആ നെറ്റ്വർക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയായിട്ട് ഞാനപ്പോൾ വിചാരിച്ചു, അങ്ങനെ വരുമ്പോൾ സാധാരണ അവർ ഇൻ്റർവ്യൂ കട്ടാക്കുകയാണ് ചെയ്യുന്നത്, അത് മാറ്റി വേറൊരു ദിവസത്തേക്ക് വെക്കും. പക്ഷേ ഞങ്ങൾ 3 പേരും അന്ന് പേടിച്ച്, ഞങ്ങൾ 3 പേരും ഒരുമിച്ചായിരുന്നു, അന്ന് പേടിച്ച് തന്നെയാണ് ഇരുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു, ഞങ്ങൾ 3 പേരും പാസ്സായി. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കോൺട്രാക്റ്റും കാര്യങ്ങളെല്ലാം തന്നെ വന്നു. ഓരോ 2 മാസം കൊണ്ട് തന്നെ അങ്ങനെ വരാനുള്ള എല്ലാ പേപ്പേഴ്സും വന്നു. പിന്നെ ഒരു പേപ്പർ 5 മാസം എടുക്കും വരാൻ. അത് മെയ് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ആ പേപ്പറും വന്നു. അത് കഴിഞ്ഞ് ജൂൺ 19-ാം തീയതി എനിക്ക് VFSന് ഡേറ്റ് എടുത്ത് തന്നു. VFSൻ്റെ അവിടെ പോയപ്പോൾ ഞാൻ മാർച്ച് 16-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആ ജപമാല റാലിക്ക് പറഞ്ഞായിരുന്നു എൻ്റെ കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ സാക്ഷ്യം പറയുമെന്ന് അന്നേ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂൺ 19-ാം തീയതി VFSന് പോയ സമയത്ത് ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഉടമ്പടി കാശുരൂപം കയ്യിൽ വെച്ച് വിശ്വാസപ്രമാണവും നന്മ നിറഞ്ഞ മറിയുമ്പോൾ എല്ലാം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് VFSൻ്റെ ഓഫീസിലോട്ട് ഞാൻ കയറിയത്. കാര്യം അവരെന്തൊക്കെ ചോദിക്കുകയോ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ VFSൻ്റെ ഓഫീസിൽ ചെന്നു. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കിട്ടി. അത് കഴിഞ്ഞ് സാധാരണ 1.5 മാസമൊക്കെ ചിലർക്ക് എടുക്കാറുണ്ട്. പക്ഷേ എൻ്റെത് 1 മാസം തികയുന്നതിന് മുന്നേ തന്നെ ജൂലൈ 16-ാം തീയതി പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന്, അതിൻ്റെ തലേ ദിവസം ഞാനിവിടെ കൃപാസനത്തിൽ വന്നിരുന്ന് അന്ന് കുറേ നേരം ഞാനെൻ്റെ കൂട്ടുകാരിയായിട്ട് വന്നിരുന്നു. അവിടെ ഇരുന്ന് കുറേ കരയുകയൊക്കെ ചെയ്തു. എന്തിനാണെന്ന് തന്നെ എനിക്കറിയില്ല.
അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ജൂലൈ 16-ാം തീയതി എനിക്ക് വിസ വന്നു. അപ്പോഴും അത് കഴിഞ്ഞ് വെച്ച് എൻ്റെ കൂട്ടുകാർ ആരെയും തന്നെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. എന്നുവെച്ചാൽ ഒറ്റയ്ക്ക് എല്ലാം പോവേണ്ടി വരുമോ എന്നൊക്കെ ഓർത്തിട്ട്. അത് കഴിഞ്ഞ് അപ്പോഴാണ് അവിടെ ജർമ്മനിയിൽ എന്തോ അവിടെ എന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് ലീവും കാര്യങ്ങളൊക്കെയാണെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് ഓഗസ്റ്റ് 16-ന് ശേഷമേ ഡേറ്റ് എടുക്കത്തുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ടൈം പീരീഡിനകത്തുള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചത് മാതാവ് എൻ്റെ കൂടെ വരാൻ ആരെങ്കിലും കാരണം ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാമെന്നൊക്കെ പറയുന്നത് എനിക്ക് നല്ല പേടിയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അവൾക്കെങ്കിലും എൻ്റെ കൂടെ വരാൻ പറ്റണം, അവളുടെ എല്ലാം ശരിയാവണമെന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എനിക്ക് 17-ാം തീയതിത്തേക്ക് ഓഗസ്റ്റ് 17-ാം തീയതിത്തേക്ക് എനിക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ആ ഒരു ടൈം ബുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ തെരേസൻ അക്കാഡമിയിൽ തന്നെ പഠിച്ച ഒരു കൊച്ച്, എനിക്ക് ആ കൊച്ചിനെ അറിയത്ത് പോലും ഇല്ല, ആ കൊച്ചിന് വിസ വന്നു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ഡേറ്റ് എടുത്തു. പക്ഷേ എൻ്റെ ഒപ്പം തന്നെ പ്രോസസ്സിങ് ചെയ്ത വേറൊരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അവളെയും കൂടെ എൻ്റെ കൂടെ കയറ്റി വിട്ടേക്കണം, കാര്യം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്തത്. ആ സമയമായപ്പോഴത്തെ ഈ ഓഗസ്റ്റ് മാസം തുടങ്ങി കഴിഞ്ഞിട്ട് ഏതോ ഒരു ദിവസം അവളുടെയും വിസ വന്നു. 17-ാം തീയതി തന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ മാതാവ് ഒരുക്കി തന്നു. ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് വണ്ടാനം ഹോസ്പിറ്റലിലും വീടിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് ഞാൻ എല്ലാ മാസവും തന്നെ കൃപാസനം പത്രം കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും തന്നെ കൃപാസനത്തെക്കുറിച്ച് പറയുകയും ഉടമ്പടി എടുക്കാനും, പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ജപമാല റാലിയിൽ പങ്കെടുത്തതിന് ശേഷം എൻ്റെ കാര്യങ്ങളിൽ എല്ലാം തന്നെ എനിക്ക് പിന്നോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത് ഈ വർഷത്തെ കൃപാസന റാലിയിൽ നിങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക, ഉറപ്പായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ കൂട്ടുകാരോട് കൃപാസനത്തെക്കുറിച്ച് പറയാറുണ്ട്, അവരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുമുണ്ട്. ഈശോയ്ക്ക് മാതാവിന് 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 6-ാം വാക്യം. ഈ എളിയവ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മേരി സെലിൻ ഷിബു ആലപ്പുഴ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുകയായിരുന്നു. ആദ്യത്തെ നേഴ്സിംഗ് പഠനത്തിന് ശേഷം തുടർന്ന് മുമ്പോട്ട് എങ്ങനെ പോകണം എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കുമാണ് ജർമ്മൻ പഠിക്കുവാനായിട്ടുള്ള സാധ്യതകളും അവസരങ്ങളും മുമ്പിലേക്ക് വരിക. അതേ തുടർന്നാണെങ്കിലും നഴ്സിംഗ് പഠന സമയത്താണെങ്കിലും ഒത്തിരിയേറെ പഠനത്തിൻ്റെതായ കാര്യങ്ങളോട് ബുദ്ധിമുട്ടുകൾ കടന്നുപോയെങ്കിലും നല്ല ഉടമ്പടി നിറച്ച വസ്തുക്കളും വിശ്വാസ പ്രമാണമൊക്കെ ഉറച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നഴ്സിംഗ് കോഴ്സൊക്കെ നന്നായിട്ട് പാസ്സാകാനൊക്കെ സാധിക്കുകയും ചെയ്തു. തുടർന്ന് തനിക്ക് കിട്ടിയ അവസരത്തിലൂടെയും ജർമ്മൻ പഠിക്കുവാനും ജർമ്മൻ പഠിക്കുന്ന സമയത്താണെങ്കിലും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളൊക്കെ കടന്നുപോയെങ്കിലും സ്പീക്കിംഗ് സംബന്ധമായ കാര്യങ്ങളുണ്ടായിരുന്നാണെങ്കിലും എക്സാം സംബന്ധമായിട്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധ അമ്മയോട് ആശ്രയിച്ചതിൻ്റെ ഒരു അനുഗ്രഹം എന്നോണം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് നൽകുകയും ചെയ്തു. പലതവണ എക്സാമുകളിലേക്ക് ഇങ്ങനെ കിട്ടാണ്ട് പോയ അവസരങ്ങളാണെങ്കിലും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാനും ആ പ്രാർത്ഥന നിയോഗത്തിൽ ഉണ്ടായിരുന്ന ഈ എക്സാം പാസ്സാകണം എന്നുള്ളത് തന്നെയാണ്. പലതരത്തിലുള്ള ഈ ഒരു കോഴ്സിനെയൊക്കെ ഉപേക്ഷിക്കുക എന്നുള്ള രീതിയിലൊക്കെ വന്നുവെങ്കിലും ചുറ്റുമുള്ളവരുടെയൊക്കെ വാക്കുകളോടാണെങ്കിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഉറച്ചു മുമ്പോട്ട് പോയതിൻ്റെയൊക്കെ അനുഗ്രഹമായിട്ട് തന്നെയാണ് മുമ്പോട്ട് ഇതിനെ ചേർത്തുകൊണ്ട് പോകുവാനായിട്ട് സാധിക്കുക ചെയ്ത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നെങ്കിലും അത് പരിശുദ്ധ അമ്മയോട് ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാനും ഈ എല്ലാവിധമായ ജർമ്മൻ എക്സാം സംബന്ധമായ എല്ലാ കാര്യങ്ങളും അത് പരിശുദ്ധ അമ്മയിലൂടെ ക്രമീകരിച്ച് നൽകുകയും ചെയ്തു. എക്സാം സമയത്താണെങ്കിൽ പോലും നമ്മുടെ ഈ മകളുടെ വാക്കിൽ നിന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഉറച്ച വിശ്വാസത്തോടും വിശ്വാസ പ്രമാണം ചൊല്ലി നിറച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഒരു വലിയ അനുഗ്രഹം ഈ മകളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക ചെയ്യുന്നുണ്ട്. അതേ തുടർന്നാണെങ്കിൽ മുമ്പോട്ട് പോകുവാനും വേണ്ട ക്രമീകരണങ്ങളെല്ലാവരും പരിശുദ്ധ അമ്മയോട് ആശ്രയിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തനിക്ക് എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധമ്മ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ കൂടെയുള്ളവരെയും തൻ്റെ കൂടെ ഉണ്ടാകുന്നുള്ളൊരു ആഗ്രഹം തന്നെ അത് പരിശുദ്ധ അമ്മയുടെ വ്യക്തിപരമായ പ്രാർത്ഥന പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അവരെയും കൂടെ നിർത്തണം എന്നുള്ള കാര്യം അത് പ്രാർത്ഥനയിൽ തന്നെ അത് മനസ്സിലാക്കാണ്ട് സാധിക്കുന്നുണ്ട്. അവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധമ്മ നൽകി അനുഗ്രഹിക്കുക ചെയ്തത്. ഇനി ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് ജീവിക്കുമ്പോൾ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെ ഇനി മാറ്റിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.